ഹലോ ഗൈസ്, നിങ്ങൾ വിഷു ചായ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് വിഷു ചായ. അതായത് ഇത് ഉണ്ടാക്കുന്നത് സാധാ ചായ ഉണ്ടാക്കും പോലെയല്ല കേട്ടോ. നമ്മൾ ആദ്യം ചായയിൽ നമ്മൾ പഞ്ചസാര ഇടൂലേ? അപ്പം പഞ്ചസാര നമ്മൾ ആദ്യം ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മളത് കുറച്ച് ഇങ്ങനെ ചൂടാക്കും. പഞ്ചസാര ചൂടാകുമ്പം അത് ഇങ്ങനെ അലിഞ്ഞു വരുമല്ലോ. നമ്മൾ നല്ല ഒരു ബ്രൗൺ കളറാക്കിയിട്ട് ഇങ്ങനെ ആക്കും. അതിലേക്ക് നമ്മൾ വെള്ളവും പാലും ഒഴിക്കും. പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാൽ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് കച്ചോല ഇടും കേട്ടോ, ഏലക്കായ ഇടും, കച്ചോല ഇടും, പിന്നെ ഒരു കറാമ്പൂ ഇടും, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം കറുവപ്പട്ടേൻ്റെ കഷ്ണം, അത് ഒരു ടേസ്റ്റിന് മാത്രം. പിന്നെ അതേപോലെ ഇത്തിരി പെരിഞ്ചീരകം ഇടും. ഇതൊക്കെ ഇട്ടാണ് നമ്മളിത് തിളപ്പിക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിന് നല്ലൊരു സ്മെല്ല് വരും. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് വരും. അപ്പം ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അരിച്ചിട്ട് ഇതേപോലെ കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പ്രത്യേകത തോന്നില്ലേ ചായക്ക്? എന്നിട്ട് നമ്മൾ ഇതിൽ വേണമെങ്കിൽ ബൂസ്റ്റ് ഇടും, ഹോർലിക്സ് ഇടാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഹോർലിക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കുടിച്ചു നോക്കുന്നുണ്ടോ? ഇന്ന് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരുപാട് ചായ കുടിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇതുപോലൊരു ചായ നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ചുമ്മാതല്ല, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് അത്രയ്ക്കും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിന് ഞാൻ വിഷു ചായ എന്നാണ് ഇതിന് പറയാറ്. കാരണം എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതേപോലെ വിഷുവിന് ചായ ഉണ്ടാക്കുന്നു. കാരണം ആ കാലത്തൊന്നും നമ്മൾ പാലൊഴിച്ചിട്ട് ഒന്നും ചായ ഉണ്ടാക്കാറില്ല. കട്ടൻ ചായയിൽ മധുരം പോലും ഇടാതെയാണ് കട്ടൻ ചായ എന്നൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വിഷു വരുമ്പോൾ അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വന്നാണ്. അന്നൊക്കെ ഇങ്ങനത്തെ ഈ ചായക്കൊക്കെ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ചായയാണ് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കിയത്. നാളെ വിഷു അല്ലേ, അതുകൊണ്ട് ഞാൻ മുത്തശ്ശി പറഞ്ഞ ആ ഒരു കാര്യം ഞാനിപ്പോഴൊന്ന് ചെയ്ത് നോക്കിയാണ്. അതിമനോഹരമായ ഒരു ടേസ്റ്റാണ്. എന്താ പറയുക, അത്രയും നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഹോർലിക്സ് ഇട്ടു, ബൂസ്റ്റ് ഇട്ടു, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഓക്കെ, ഇനി വിഷുവിൻ്റെ വേറെ ഒരു ഐറ്റമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, ഇത് ബിസ്ക്കറ്റിൻ്റെ കൂടെ റസ്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ കടല ബിസ്ക്കറ്റ്, അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവം. ഇപ്പം മസാല ബിസ്ക്കറ്റ് ഉണ്ടാവില്ല, അതൊക്കെ അങ്ങനത്തെ ഇതിലൊക്കെ കഴിക്കാൻ പറ്റുന്നത്. അതായത് പഴംപൊരി, ഉഴുന്നുവട, അതിനൊന്നും അല്ല, പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ബിസ്ക്കറ്റ്, അതേപോലെ പിന്നെ കടല ബിസ്ക്കറ്റ്, സാധാ ഹോർലിക്സ് ബിസ്ക്കറ്റ്, റസ്ക്, അങ്ങനെയൊക്കെയുള്ള പിന്നെ ബിസ്ക്കറ്റുകൾക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചായയാണ്. ഉടൻ തന്നെ നിങ്ങൾ പിന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ.